കേരളത്തിൽ അതിന് ഏറ്റവും ജനപ്രീതിയുള്ളൊരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. പക്ഷെ നിങ്ങൾ അത് അവർക്കൊരു പദവി ഒന്നും കൊടുക്കുന്നില്ല, അവരെ മുമ്പിൽ നിർത്തല്. വൈസ് പ്രസിഡന്റ് ആണ്. അത് ഒരുപാട് പേരില്ലേ? അങ്ങനെയാണ്. വൈസ് പ്രസിഡന്റ് മുന്നിൽ കയറാൻ പറ്റില്ലല്ലോ. അവർ പ്രസിഡന്റ് ആക്കാനാണ് നിങ്ങൾക്ക് പറ്റാത്തത്. മാരാർജി ഭവന്റെ അടിയിലത്തെ നിലയിലാണ് സുരേന്ദ്രൻ ബോംബ് ഉണ്ടാക്കുന്നത്. ആ ബോംബാണ് കേരളത്തിലെ എല്ലാ BJP-കാർക്കും കൊടുത്തുവിടുന്നതെന്ന് നാളെ സന്ദീപായിട്ട് പറഞ്ഞാൽ അതും പറയാൻ ആളുണ്ടാകും. കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും മലയാളികളോട് കാണിച്ചിട്ടുള്ളത്രയും വിശ്വാസ വഞ്ചന ഏതെങ്കിലും ഒരു BJP നേതാവ് കാണിച്ചിട്ടുണ്ട്? നിങ്ങൾ പറയും. കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ലെങ്കിലും ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളായ പോലും മുഴുവൻ നടപ്പാക്കിയൊരു പാർട്ടിയാണ്. ജനങ്ങളോട് ഒരു വിശ്വാസ വഞ്ചനയും BJP കാണിച്ചിട്ടില്ല. പാലക്കാട് ഇപ്പം വോട്ട് നഷ്ടപ്പെട്ടത് CPM-നാണ്. ഇവൻ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ മുതൽ BJP മുമ്പിലേക്ക് കയറി വന്നതിന് വോട്ട് നഷ്ടപ്പെട്ടത് CPM-നാണ്. ഇപ്പം കണ്ണൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും ആലപ്പുഴയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് CPM-ൻ്റെ വോട്ട് കുറേയധികം BJP കൊണ്ടുവരും. അതൊരു സ്ട്രാറ്റജി ആയിട്ട് എടുത്ത്, കാരണം ഹിന്ദു വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അത്തരത്തിലൊരു CPM-ന് പകരം CPM-ൻ്റെ ഒരു ബദൽ പാർട്ടി BJP നിലയിലൊരു ക്യാമ്പയിൻ കാണുന്നില്ല. പകരം കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് പലപ്പോഴും കാണുന്നത്. അല്ല, അതെന്താണെന്നറിയോ, ഈ ലോകസഭയിലേക്ക് CPM ഒരു പ്ലെയർ അല്ലല്ലോ. അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ അങ്ങനെ മാറും. അതുകൊണ്ടാണ് നമുക്ക് CPM വോട്ടുകൾ നഷ്ടപ്പെട്ട് BJP-ക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ടാകുന്നത്. പക്ഷേ നിയമസഭയിൽ വരുമ്പം CPM ഒരു പ്ലെയറാണ്. ഞങ്ങൾ പലയിടത്തും CPM-ആയിട്ടല്ലേ പലയിടങ്ങളിലും ഫൈറ്റ്. കോൺഗ്രസിനെക്കാട്ടി കൂടുതൽ CPM-ആയിട്ട് ഇപ്പോൾ വട്ടിയൂർക്കാവോ, നേമം, കഴക്കൂട്ടം, ട്രിവാൻഡ്രം സിറ്റികൾ തന്നെ എടുത്ത് നമ്മൾ CPM-ഉം BJP-യും തമ്മിൽ ഡയറക്റ്റ് ഫൈറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെയുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അത് ഓരോ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് മാറി വരും എന്നത് തന്നെ മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം CPM വോട്ടുകൾ നമ്മുടെ ടാർഗറ്റ് തന്നെയാണ്. അതേസമയം കോൺഗ്രസ് വോട്ടുകൾ, ഇന്ന് കോൺഗ്രസിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ലേ? സത്യത്തിൽ ഈ കോൺഗ്രസിൻ്റെ ഒരു DK പോലെ തന്നെയാണ് CPM-ൻ്റെ DK. രണ്ടു പേരിൽ നിന്നുള്ള വോട്ടുകളാണ് ഞങ്ങളിലേക്ക് വരുന്നത്. അതിനകത്ത് ഇന്നത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണുകൾ അനുസരിച്ച് നമുക്ക് മാറി മാറി വരുന്നത് മാത്രമേ കാണാം. ഇനി സംഭവിക്കാൻ പോകുന്ന കേരള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമാണ് സന്ദീപ് കാണുന്നത്? കേരള രാഷ്ട്രീയം സ്വാഭാവികമായും BJP സെൻട്രിക്കായി മാറുകയാണ്. അങ്ങനെ ആയേ മതിയാവുകയുള്ളൂ. അതിപ്പം ഞാനതിനകത്ത് മുമ്പേ അങ്ങ് പറഞ്ഞതിനകത്ത് ഇപ്പോൾ ഒരു ഹിന്ദു പാർട്ടി എന്നതിനപ്പുറത്തേക്ക് ആ ഒരു ഷെല്ലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടൊരു ഒരു വലിയ മാസീവ് ജനങ്ങളുടെ അല്ലെങ്കിൽ മാസീവായിട്ടുള്ളൊരു പാർട്ടിയായിട്ട് BJP മാറാൻ പോയത്. കാരണം അതാണ് ഇന്ന് നടക്കുന്ന പൊളിറ്റിക്സ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ വഖഫ് വിഷയമായാലും നമ്മളുടെ വികസനപരമായ കാര്യങ്ങളായാലും പൗരത്വ നിയമമായാലും ഏകീകൃത സിവിൽ കോഡായാലും തുടങ്ങിയ ഏത് വിഷയം നിങ്ങൾ എടുത്താലും BJP വേഴ്സസ് റെസ്റ്റ് ഓഫ് അതേഴ്സ് അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദ പാർട്ടീസ് എന്നുള്ളതാണ് അവസ്ഥ. ഏത് വിഷയത്തിലാണ് BJP ചേരിതിരിഞ്ഞ് അല്ല, ഇത് രണ്ടു കൂട്ടർ ഒരുമിച്ച് നിന്ന് ഞങ്ങൾ എതിർക്കല്ലേ? ഇപ്പോൾ വഖഫ് വിഷയത്തിൽ എന്താണ്? രണ്ടുപേരുടെയും നിലപാട് ഒന്നാണ്. അപ്പോൾ BJP വേഴ്സസ് കോൺഗ്രസ് CPM. അപ്പോൾ ഞാനതിനെ പറയുന്നത് കോൺഗ്രസ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് എന്നാണ് പറയുക. അവരാണ് നമ്മളെ എതിർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് BJP വേഴ്സസ് അതേഴ്സാണ് ഇനി വരാൻ പോകുന്ന പൊളിറ്റിക്സ്. അങ്ങനെ പറ്റുള്ളൂ. കാര്യം ജനം മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചാൽ കേരളത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ എന്താണ് ഇവർ ചെയ്തത്? ഞാനൊരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ സത്യത്തിൽ നമുക്ക് നിരാശയുണ്ട്. ഞാനൊരു BJP-കാരൻ ആയതുകൊണ്ട് ഞാൻ പറയുന്നതിന് മുഴുവൻ ആ ഒരു കളർ വരും എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ആ കളർ മാറ്റി നിർത്തിയിട്ട് വസ്തുനിഷ്ഠമായി വിലയിരുത്തിയാൽ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അവസ്ഥയിൽ അല്ലെങ്കിൽ കേരളം എന്ന സംസ്ഥാനത്തിനെ എൻറിച്ച് ചെയ്യാൻ എന്താണ് ഈ രണ്ട് മുന്നണികളും ചെയ്തത്? 65-70 വർഷമായില്ലേ? നമുക്ക് എന്താ സ്വന്തം, പണ്ട് വടക്കൻ വീരകഥയിൽ ചന്തു ചോദിച്ച പോലെ എന്താ സ്വന്തമായി കൈമുതലായി ഉള്ളതെന്ന് ചോദിച്ച പോലെ എന്താ ഇവർ ചെയ്തിട്ടുള്ളത്? സത്യത്തിൽ ഈ 956 മുതലുള്ള ഈ ഒരു ഭരണത്തിനെ നിങ്ങൾ വിലയിരുത്തിയാൽ ഓരോ മന്ത്രിസഭ കഴിയുമ്പോഴും കേരളത്തിൻ്റെ ഗ്രാഫ് താഴോട്ടല്ലാതെ ഏത് മേഖലയിലാണ് ഉയർന്നത്? സ്വന്തമായി എന്താ ഉള്ളത്? നമ്മളെപ്പോഴും പറയും 6 മാസം മഴ കിട്ടുന്ന നാടാണ് കേരളം. 44 നദികളുണ്ട്. ഇന്ന് നമ്മൾ കുപ്പിവെള്ളം മേടിച്ചാൽ കുടിക്കുന്നു. കാരണം ആരുടെ കുറ്റമായി? ഞാൻ ചോദിക്കും, ഇത് ചെറുപ്പക്കാർ ചിന്തിക്കണ്ടേ? ഇതിനകത്ത് ഭരിച്ചവർക്ക് ഒരു പങ്കാളിത്തവും ഇല്ലേ? കേരളത്തിന് ഭക്ഷ്യസുരക്ഷയിൽ സ്വയം പര്യാപ്തതയുണ്ടോ? ഭക്ഷ്യസുരക്ഷയുണ്ടോ കേരളത്തിന്? തെലുങ്കൻ പാടത്തിറങ്ങിയില്ലെങ്കിൽ മലയാളി കഞ്ഞി കുടിക്കും. ഛത്തീസ്ഗഡിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അരി വരണം മലയാളി കഞ്ഞി കുടിക്കണമെങ്കിൽ. മലയാളിക്ക് അവിയലും സാമ്പാറും കൂട്ടണമെങ്കിൽ തമിഴൻ പാടത്തിറങ്ങണം. വേണ്ടേ? എനിക്കൊന്ന് ആകെ 650 തീരപ്രദേശമുള്ളതുകൊണ്ട് മീൻ മാത്രം അത്യാവശ്യം നമുക്ക് കിട്ടും, മത്സ്യം മാത്രം. കോഴി കഴിക്കണമെങ്കിൽ, ചിക്കൻ കഴിക്കണമെങ്കിൽ തമിഴൻ കോഴിയെ വളർത്തണ്ടേ?
ഒരു ഓംലെറ്റ് കഴിക്കണേ തമിഴും കോഴിയെ വളർത്തണ്ടേ? പാല് വേണമെങ്കിൽ കർണാടകക്കാരനും തമിഴനും പശുവിനെ ആടിനെ വളർത്തണം. നമുക്ക് എന്താ ഉള്ളത്? നിങ്ങൾക്ക് ഞാൻ പറയും, ഏത് ചെറുപ്പക്കാരൻ കേരളത്തിൽ ഇന്നൊരു 15 വയസ്സിന് മുകളിലുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരാണ് നിങ്ങൾ ചോദിക്കുക, എന്താ നിങ്ങളുടെ ലക്ഷ്യം? കേരളം വിട്ടു പോകണം എന്ന് പറയാത്ത ഒരു ചെറുപ്പക്കാരനെ ഞാൻ കാണുന്നില്ല. ആരുടെ കുറ്റം? കഴിഞ്ഞ ദിവസം ഒരു 3 മാസം മുമ്പ് പി രാജീവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. സത്യത്തിൽ എനിക്ക് ചിരിയാണ് വന്നത്. കേരളത്തിലെ വ്യവസായ മന്ത്രിയാണ്, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന നേതാവ് പറയാണ്, ചെറുപ്പക്കാർക്ക് വിദേശത്ത് പോകാൻ സർക്കാർ സഹായം ചെയ്തു കൊടുക്കും. ഒരു മന്ത്രി പറയേണ്ട വാചകമാണോ അത് സത്യത്തിൽ? ഞാൻ പറയാം, അതിനെ ക്രിട്ടിക്കലായി കേരള സമൂഹം അനലൈസ് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഒരു മന്ത്രി പറയേണ്ടതാ, കേരളം വിട്ടു പോകാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് പറയേണ്ട മന്ത്രി പറയാണ് കേരളം വിട്ടുപോകാനുള്ള എല്ലാ, അവരൊന്നും ഒരുക്കണ്ട, അവരിങ്ങനെ ചെല്ലുന്ന നാട്ടുകാരിൽ ഓടിപ്പോക്കോളും. ഒരു ചെറുപ്പക്കാരന് നാട്ടിൽ നിൽക്കണ്ട. നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം വേണേൽ കേരളത്തിന് വെളിയിൽ പോകണം, ജോലി കേരളത്തിന് വെളിയിൽ പോകണം, കുടിവെള്ളം കേരളത്തിന് പുറത്തുനിന്ന് വരണം, അരി കേരളത്തിന് പുറത്തുനിന്ന് വേണം, പച്ചക്കറി, പാല്, മുട്ട, ഇറച്ചി, നല്ല ചികിത്സ വേണമെങ്കിൽ പിന്നെ എന്താ ഇവിടെ ഉള്ളത്? കുറേ മേനി നടിക്കൽ മാത്രം. ഞാനത് പറഞ്ഞു, ഈ 65 വർഷത്തെ 2 മുന്നണികളുടെ ഈ ഒരു കോൺട്രിബ്യൂഷൻ സത്യത്തിൽ ഒരു പഠന വിധേയമാകണം. എന്തായിരുന്നു കേരളത്തിൻ്റെ ഗ്രാഫിക്സ്? കേരളത്തിൻ്റെ ഗ്രാഫ് എന്താ? അപ്പോൾ നമ്മൾ ഈ ഒന്നാം നമ്പർ എന്ന് പറയുമ്പോൾ ഏത് മേഖലയിലാണ് കേരളം ഒന്നാം നമ്പർ അല്ലാതിരുന്നത്? 956 EMS വരുമ്പോൾ കേരളം ഒന്നാമതല്ലായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ സ്റ്റേറ്റുകളിൽ നമ്പർ 1 കേരളമായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും ആയുർദൈർഘ്യമുള്ള സ്റ്റേറ്റ് എന്ന് കേരളമാണ്, 47-ൽ. ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് കേരളമാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിൽ മുൻപിൽ കേരളമായിരുന്നു. പരിസര ശുചിത്വത്തിൽ കേരളമായിരുന്നു. സാക്ഷരത കേരളമായിരുന്നു. ഏത് മേഖലയിലാണ് ഒന്നാം നമ്പർ അല്ലാതിരുന്നത്? എൻ്റെ ചോദ്യം എവിടെയാണ്? അതിനെ ഇവർ നശിപ്പിച്ചതല്ലാതെ വേറെ എന്താ ചെയ്തു? കേരളത്തിൻ്റെ മുഴുവൻ എല്ലാ അർത്ഥത്തിലും കൾച്ചറലി, സോഷ്യലി, ഇക്കണോമിക്കലി, അഗ്രികൾച്ചർ എല്ലാ മേഖലയും ഇവർ തകർത്തു. നല്ലൊരു ഇൻഡസ്ട്രി ഉണ്ട്. കേരളത്തിന് ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്ന മേഖലയായിരുന്നല്ലോ ടൂറിസം. എന്താ ടൂറിസത്തിൻ്റെ അവസ്ഥ? നമ്മുടെ ഏതെങ്കിലും ഒരു ടൂറിസം സ്പോട്ട് ഐഡിയലായി ഡെവലപ്പ് ചെയ്തൊരു ടൂറിസം സ്പോട്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു പണ്ട് ഈ നാഷണൽ ജിയോഗ്രാഫിക്ക് ലോകത്തിലെ മസ്റ്റ് സീ പ്ലേസുകളിൽ ഒരെണ്ണമായി തിരഞ്ഞെടുത്തത് നമ്മുടെ കോവളമായിരുന്നു. എന്താ കോവളത്തിൻ്റെ അവസ്ഥ? എവിടെയാണ് നിങ്ങൾ ഐഡിയലി നേരെ പറ്റി നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അങ്ങ് പോകുന്നതല്ലേ? ഞാൻ എത്രയോ സംസ്ഥാനങ്ങളിൽ പോകുന്ന ഓരോ സംസ്ഥാനങ്ങൾ കാണുമ്പോൾ നമുക്ക് അസൂയാണ് തോന്നുന്നത്, നമുക്ക് നമ്മളോട് പുച്ഛം തോന്നുന്നത്. നമ്മൾ എന്താ ചെയ്തത്? അല്ല, ഇതിനൊക്കെ BJP പരിഹാരം ഉണ്ടാക്കുന്നതാണോ പറയുന്നത്? തീർച്ചയായിട്ടും ഇതിന് പരിഹാരം BJPക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. വേറെ ആർക്കാ പറ്റുക? 65 വർഷം കൊണ്ട് നന്നാക്കാത്തവർ അടുത്ത 1.5 വർഷം കൊണ്ട് നന്നാക്കും എന്ന് പറഞ്ഞ് വിശ്വസിക്കണം. അത്രമാത്രം മണ്ടന്മാരാണോ മലയാളികൾ? അതിനെ പറ്റിയൊരു വിശ്വാസ്യതയുള്ള നേതൃത്വം BJPക്ക് ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആ നേതൃത്വത്തിന് വിശ്വാസ്യതയില്ല നിങ്ങൾ പറയില്ലല്ലേ? എവിടെയാണ്, എന്താണ് ഒരു വിശ്വാസ്യതയുടെ കുറവെന്താ? ഞങ്ങളാരും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിട്ടില്ല എന്നതൊരു പോരായ്മ ഞങ്ങളുടേതുണ്ട്. ഇല്ലെന്ന് സമ്മതിക്കുന്നില്ല. ഇല്ലെന്ന് സമ്മതിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പോരായ്മയുണ്ട്. അതിനപ്പുറത്തേക്ക് എന്ത് വിശ്വാസ്യതയാണ് വേണ്ടത്? ഈ CPMകാരും കോൺഗ്രസ്സുകാരും എന്ത് വിശ്വാസ്യതയുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞതാ. അവർ കാണിച്ച അത്രയും വിശ്വാസവഞ്ചന കേരളത്തിൽ ഏതെങ്കിലും BJP നേതാവ് കേരളത്തോട് കാണിച്ചിട്ടുണ്ടോ? ഈ വിശ്വാസ്യതയുടെ ബെഞ്ച് മാർക്ക് എന്താ? എനിക്കതറിയേണ്ടത്. നിങ്ങൾ എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് BJP നേതാക്കന്മാർക്ക് വിശ്വാസ്യതയില്ല എന്ന് പറയുന്നത്? ചാനൽ ചർച്ച എന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ പറയുന്നത് ഭയങ്കര കുഴപ്പമെന്നാണല്ലോ. അത് കുഴപ്പമുണ്ടായിരുന്നു എന്ന് ഇതിനകത്ത് നിൽക്കുമ്പോൾ തോന്നാത്തുള്ള, പുറത്ത് നിൽക്കുമ്പോൾ അതിനാണ് ഞാൻ പറയുന്നത്. വയറ്റിപ്പഴമ്പ് രാഷ്ട്രീയക്കാരോട് നമ്മൾ എന്ത് പറയും? അതിനകത്തൊന്നും യാതൊരു സന്ദീപ് വാര്യരെ ചേർത്ത് നിർത്തേണ്ടതായിരുന്നു ഒരു തോന്നലില്ലേ? പക്ഷെ അയാൾക്ക് ചേർന്ന് നിൽക്കണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഈ ചേർത്ത് നിർത്താന്ന് പറഞ്ഞാൽ എന്താണ്? കേസ് എല്ലാ ദിവസവും പോയി കെട്ടിപ്പിടിക്കണോ? എന്താണ് അയാൾക്കൂടെ കിട്ടാത്തത്? എന്താ നിങ്ങൾക്ക് മനസ്സിലാണില്ല? അയാൾ ഈ പാർട്ടിയുമായിട്ട് സഹകരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമോ 12 വർഷമായിട്ടുള്ളൂ അല്ലേ? അത് അയാളോട് ചോദിച്ചോളൂ. അതിനുമ്പോൾ ഞങ്ങളാരും ഇവിടെയും കണ്ടിട്ടില്ല. 10-12 വർഷമേ അയാൾ BJPയുമായി ചേർന്ന് നിൽക്കാനുണ്ട്. അയാൾ നമ്മൾ ഇന്നത്തെ അതൊരു ചർച്ച ചെയ്യേണ്ട ഒരു പോയിൻ്റാണെന്ന് വിശ്വസിച്ചില്ല. അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. അങ്ങനെ ഒരാൾക്ക് ഇതിക്കുള്ള എന്താ ചെയ്യേണ്ടത്? അയാൾ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു, നന്നായിട്ട് സംസാരിച്ചില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അയാൾ ഇപ്പോഴും പറയുന്നത് പാർട്ടി പറഞ്ഞു കൊടുത്താണെന്നല്ലേ പറയുന്നത്. ഒന്നും അയാളുടെ അഭിപ്രായം ഇല്ലെന്നാണ്. അപ്പോൾ അതിൻ്റെയും ക്രെഡിറ്റ് പാർട്ടി കാണല്ലോ അല്ലേ? ഒന്നും അയാളുടെ എല്ലാം ഇവിടുന്നാണ് കിട്ടിയതാണെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, ആണ് മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്തിരുന്നത്. എന്നതിനപ്പുറത്തേക്ക് ഞാൻ മറ്റൊരാളുടെ വ്യക്തിപരമായി ഞാൻ പറയലല്ല. അതെല്ലാം നമ്മൾ നോക്കും. എന്താ വേണ്ടത്? അയാൾ വന്നിട്ട് അയാൾക്ക് നിയമസഭാ സീറ്റ് മത്സരിക്കാൻ കൊടുത്തില്ലേ? അയാളെ പാർട്ടിയുടെ പാനലിസ്റ്റുകൾ ഉൾപ്പെടുത്തിയില്ല. പിന്നെ വ്യക്തിപരമായ കാരണങ്ങളിൽ വക്താവ് സ്ഥാനത്ത് അയാളെ നീക്കിയിരുന്നു. അങ്ങ് 4 സംസ്ഥാന ഭാരവാഹിയല്ല അയാൾ.
അപ്പോൾ നമ്മുടെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് സംസ്ഥാന കോർ കമ്മിറ്റി അടുത്ത സംസ്ഥാന ഭാരവാഹികളാണ്. ഭാരവാഹി പട്ടികയിൽ നിന്ന് അയാൾ ഒഴിവാക്കി. അതിൻ്റെ കാരണം പ്രസിഡന്റ് പറയും, അദ്ദേഹത്തിനാണ് അറിയുന്നത്, എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൃത്യമായി അതിനൊരു കാരണം ഉണ്ടായിരുന്നു, അത് കോറിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് കോർ കമ്മിറ്റിയെ ധരിപ്പിച്ചാണ് അദ്ദേഹത്തെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയത്. അത് പൊതുജനങ്ങളോട് പറയേണ്ടതല്ല എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ മാന്യത കൊണ്ടാണ്. CPM നിന്നാണ് അയാൾ പോകുന്നതെങ്കിലോ എന്താകുമായിരുന്നു അവിടെ അവസ്ഥ? അതുപോലെ നാറ്റിച്ച് കളഞ്ഞവരല്ലേ. അങ്ങനെയാണല്ലോ CPM വിട്ടു പോയവരുടെ അവസ്ഥ. അതാണല്ലോ ഭാര്യയും പിള്ളേരും വേണമെങ്കിൽ വീട്ടിൽ പോകുന്ന അവസ്ഥ ഉണ്ടാക്കിയതിനെ അവർ. അതാണല്ലോ CPM എല്ലാ കാലവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJP വളരെ മാന്യമായിട്ട് പറഞ്ഞല്ലോ. ആ കാര്യം നമ്മൾ ചർച്ച അറിയേണ്ടതല്ല. പാർട്ടി അറിഞ്ഞിട്ടുണ്ട്, അയാൾക്കും ബോധ്യമുണ്ട്, പാർട്ടിക്കും ബോധ്യമുണ്ട്. അത് മാറ്റി നിർത്തി. ആ മാറ്റി നിർത്തിയതിന് ശേഷം അയാളെ വീണ്ടും പാനലിസ്റ്റായിട്ട് ഉൾപ്പെടുത്തി വീണ്ടും ചർച്ചയിൽ പോകുന്നുണ്ട്. പിന്നെ എന്താണ് അതിന് വേണ്ടതെന്തായാലും അയാൾ അവിടെ നിന്ന് അപമാനിച്ചു എന്നാണ് പറഞ്ഞത്, വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ല അത്തരം കാര്യങ്ങളൊക്കെ പ്രസിഡന്റ് പറയട്ടെ. എനിക്കറിയില്ല അത് അങ്ങനെ ഒരു അപമാനമായിട്ട് തോന്നിയൊരു കസേര കിട്ടാത്തത് അപമാനമാണെങ്കിൽ ഒന്നും പറയാനില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം പൊതുസേവനം നടത്തുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് പൊതുപ്രവർത്തകൻ അങ്ങനെ മാനാഭിമാനമൊന്നും കസേരയെ വേണ്ടെന്നുള്ളതല്ലേ. മാനാഭിമാനമൊക്കെ ആപേക്ഷികമാണ്. ഒരു പരിപാടി നടക്കുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെതാണ് തെരഞ്ഞെടുപ്പ് മീറ്റിങ്ങുകൾ അല്ലേ? അതെ, അല്ലാതെ BJPയുടേതല്ല. അല്ല. ദേശീയ ജനാധിപത്യ സഖ്യത്തിലുള്ള പാർട്ടി ചെറുതോ വലുതോ മുന്നണിയിൽ അംഗമായാൽ അവരെ പ്രോപ്പറായി ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ പാർട്ടിയുടെ ബാധ്യതയാണ് ആണല്ലോ. NDAയിലെ വലിയ പാർട്ടി BJPയാണ്. സ്വാഭാവികമായും അവരൊക്കെ പേരിൽ മാത്രമുള്ളൂ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു പാർട്ടി വന്നാൽ, അതിൻ്റെ നേതാവ് വന്നാൽ അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് പാർട്ടിയുടെ ബാധ്യത. അവിടെ സന്ദീപ് വാചസ്പതി ചാനലിൽ ചർച്ചയിൽ വലിയ പുള്ളിയാണ്. അതുകൊണ്ട് അയാളെ എഴുന്നള്ളിച്ച് ചാനൽ മേളിൽ കയറ്റിയിരുത്തണമെന്ന് നിയമമൊന്നുമില്ല. പാർട്ടിയാണ്, മുന്നണിയാണ് തീരുമാനിക്കുന്നത് ആര് വേദിയിലിരിക്കണം. ആ വേദിയിലിരിക്കാൻ എൻ്റെ പേരില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നുകിൽ അത്ര അഭിമാന ബോധമുള്ളവനവിടെ പോകരുത്. അതെ, പോയി സീറ്റില്ല, മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കാമല്ലോ. താഴെ ഇരുന്നാലെന്താ, മുകളിൽ ഇരുന്നാലെന്താ? അപ്പം അത്രമാത്രം പോലും ഒരു വിശാലത ഇല്ലാത്ത ഒരാൾ പറയുന്ന, അത് ഏത് പാർട്ടി പോയിട്ടും ആദർശത്തിന് എന്ത് വിലയാണ് സാർ ഉള്ളത്? നിങ്ങൾ ആരെ നന്നാക്കുന്നതിനെ പറ്റി പറയുന്നത്? എന്നെ വേദിയിൽ ഇരുത്തിയില്ലെങ്കിൽ ഞാൻ ഇന്നലെ വരെ പറഞ്ഞത് മുഴുവൻ തള്ളിക്കളയും. അത് ശരിയായ നടപടിയും നിലപാടുമല്ല. അടുത്ത തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJPക്ക് എന്താണ് ഒരു പദ്ധതിയുള്ളത്? BJP എങ്ങനെയാണ് ഇതിനെ നേരിടാൻ പോകുന്നത്? ഇത് തന്നെയാണ് കേരളത്തിൻ്റെ ഭാവി, തന്നെയാണ് നമ്മളുടെ ഭാവി. കേരളത്തിൻ്റെ ഭാവി എത്രമാത്രം ശോഭനമാണോ അത്രയും ശോഭനമാണ് BJPയുടെ ഭാവി. കേരളത്തിൻ്റെ ഭാവിയില്ലേ BJPക്ക് ഉണ്ടാവാൻ പാടില്ല. അത് മലയാളി തീരുമാനിക്കട്ടെ. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, കേരളത്തിന് ഇനിയും ഏതെങ്കിലും മേഖലയിൽ മെച്ചപ്പെടണമെങ്കിൽ BJPക്ക് മാത്രമേ സാധിക്കൂ. BJPക്ക് കൊണ്ട് പറ്റു. കാര്യം ഒരു കഴിഞ്ഞ നൂറ്റാണ്ട് കാലത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവിടെ നിൽക്കുകയാണ്. അതിലൊന്നുമില്ല. പാസ് മാർക്ക് കിട്ടാനുള്ള പെർഫോമൻസ് പോലും നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങളാണ് ഞങ്ങളെ അധിക്ഷേപിക്കുന്നത്. എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഞങ്ങളെ അധിക്ഷേപിക്കുന്നത്? ഞാനത് മുമ്പ് അങ്ങ് ചോദിച്ചതിൻ്റെ വീണ്ടും ഞാനതിന് പറയാം. എന്താണ് വിശ്വാസ്യത? കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും മലയാളികളോട് കാണിച്ചിട്ടുള്ളത്രയും വിശ്വാസ വഞ്ചന ഏതെങ്കിലും ഒരു BJP നേതാവ് കാണിച്ചിട്ടുണ്ട്? നിങ്ങൾ പറയും. ഞങ്ങളുടെ കേരളത്തിലെ അധികാരത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളായാൽ പോലും മുഴുവൻ നടപ്പാക്കിയൊരു പാർട്ടിയാണ്. ജനങ്ങളോട് ഒരു വിശ്വാസവഞ്ചനയും BJP കാണിച്ചിട്ടില്ല. വോട്ട് കിട്ടാൻ വേണ്ടി ഒരു നിലപാട്, അതിനുശേഷം മറ്റൊരു നിലപാട്, അതിൻ്റെ പേരാണ് വിശ്വാസവഞ്ചന. അതാണ് വിശ്വാസ്യതയില്ലായ്മ. ആ വിശ്വാസ്യതയില്ലായ്മ കേരളത്തിൽ ഏത് BJP നേതാവിനുണ്ട്? ഇപ്പം ഞങ്ങൾക്കൊരു MP ആണ് ജയിച്ചത്, സുരേഷ് ഗോപി, തൃശ്ശൂർ. അദ്ദേഹം, നിങ്ങൾ തൃശ്ശൂരേക്ക് ചെല്ലൂ. അദ്ദേഹം പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ അക്കമിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. BJPക്ക് കേരളത്തിൽ നിന്ന് ഒരു മെമ്പർ പോലും ഇല്ലാതിരുന്നിട്ടും കേരളത്തിലെ എല്ലാ മേഖലകളിലും വികസനം വന്നില്ലേ? ദേശീയപാത പ്രത്യേകിച്ചല്ലേ. ദേശീയപാത ഞാനൊന്നും പറയട്ടെ, വന്ദേ ഭാരത് എന്നുള്ള ട്രെയിൻ കേരളത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന വികസനം മാത്രം നിങ്ങൾ നോക്കുക. ഒരാൾ നിവേദനം കൊടുത്തിട്ടൊന്നുമല്ല. എല്ലാ MP മാരും ഫ്ലെക്സ് വെച്ച് സ്വന്തമാക്കുന്നുണ്ട്. ആയിക്കൊള്ളട്ടെ, നമുക്ക് പ്രശ്നമില്ല. കൊല്ലവും കോഴിക്കോടൊക്കെ എല്ലാ റെയിൽവേ സ്റ്റേഷനും നിങ്ങൾ ഓരോ റെയിൽവേ സ്റ്റേഷനും നിങ്ങൾ നോക്കുക. ഇന്ത്യൻ റെയിൽവേയിൽ വന്ന മാറ്റം മാത്രം മതി കഴിഞ്ഞ 65-70 വർഷം ഈ നാടിനോട് ചെയ്ത ദ്രോഹം എന്താണെന്ന് മനസ്സിലാക്കി. ഇത് നിങ്ങൾ മാത്രമേ അഡ്രസ്സ് ചെയ്യാനുണ്ടായുള്ളൂ. എന്തുകൊണ്ടാണ് ഇതില്ലാതിരുന്നത്? കേരളത്തിൽ കേരളയിലാണോ വന്നത്, വന്ദേ ഭാരതാണോ വന്നത്? വന്ദേ ഭാരത് വന്നിട്ട് ഒരാടെയും കിടപ്പാടം നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മുടെ ഖജനാവിന് 1 രൂപ അധിക ബാധ്യത ഉണ്ടായില്ല. അതേ വേഗതയിൽ 10-20 കിലോമീറ്റർ സ്പീഡിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. വന്ദേ ഭാരത് 110 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വന്ദേ ഭാരത് ഞാൻ സ്ഥിര യാത്ര ചെയ്യുന്ന ഒരാളല്ലേ.
അങ്ങും പോകുന്ന ഒരാളല്ലേ? ഞാനും പോകുന്നു. 110 കിലോമീറ്റർ വേഗത്തിൽ വന്ദേ ഭാരത് പോകുന്നില്ലേ? കേരളയിൽ എത്ര കിലോമീറ്ററാണ് വാഗ്ദാനം ചെയ്തത്? വന്ദേ ഭാരത് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അടുത്ത കാലത്ത് എൻ്റെ അമ്മയുടെ അനിയത്തി മരിച്ചപ്പോൾ പോകാനേ പറ്റത്തില്ല. ഫ്ലൈറ്റ് ഇല്ല, വേറൊരു ട്രെയിനില്ല. ഒരേ ഒരു ഓപ്ഷൻ, രാവിലെ 5 മണിക്ക് വന്ദേ ഭാരതിന് പോയി 12:30 ആയപ്പോൾ കണ്ണൂർ ചെന്നു. അതാണ് 12 മണി കണ്ണൂർ ചെന്നു. 3 മണിയുടെ ഷവറൊക്കെ കൂടി വൈകുന്നേരം മാവേലിക്ക് തിരിച്ചു പോകുന്നു. ഒറ്റ ദിവസം ലാഭിച്ചില്ല അങ്ങ്. അല്ല, അല്ലേ പോകാൻ പറ്റത്തില്ല. കാരണം രാത്രി 10 മണിക്കാണ് 11 മണിക്കാണ് മരണം നടക്കുന്നത്. പിന്നെ വേറൊരു വഴിയില്ല. അതാണ് ഞാൻ ചോദിക്കണത്. അങ്ങനെ കേരളയിൽ എത്രയാണ് വാഗ്ദാനം ചെയ്തത്? ഈ കേരളയിൽ എന്താ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കേരളയിലെ പദ്ധതിയുടെ പേരുന്നത് സിൽവർ ലൈൻ. സിൽവർ ലൈൻ എത്ര കിലോമീറ്റർ വേഗതയാണ്? 140 കിലോമീറ്റർ. വന്ദേ ഭാരത് 110 ഓടും. 1.5 ലക്ഷം കോടി രൂപ മുടക്കണം. അതാ ഞാൻ പറഞ്ഞു, വിത്തൗട്ട് എനി എക്സ്ട്രാ കോസ്റ്റ്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതും എന്ന് വരും? സിൽവർ ലൈൻ എന്നാ വരുന്നത്? അവരുടെ DPR അനുസരിച്ച് 2035 തുടങ്ങണം. 3-4 ജൂലൈ മുമ്പ് തുടങ്ങണം. 2021 തുടങ്ങിയിരുന്നെങ്കിൽ 21 തുടങ്ങിയിരുന്നെങ്കിൽ 35 വരുമെന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ സമയബദ്ധമായി പൂർത്തിയാക്കുക ഒരു പദ്ധതി ഒന്നുമില്ല. 35 വർഷം എടുത്തു കൊല്ലം ബൈപ്പാസ് പൂർത്തിയാക്കി. അപ്പോൾ ഈ 40 വർഷം എടുത്ത് ആലപ്പുഴ ബൈപ്പാസ് 42 വർഷം. ഞാൻ എപ്പോഴും പറയും, ആലപ്പുഴ ബൈപ്പാസ് ഒരു ലൈൻ തറക്കല്ലിട്ടത് ആരാധറിയാമോ? TK ദിവാകരൻ. TK ദിവാകരൻ പൊതുമരാമത്ത് മന്ത്രി തറക്കല്ലിട്ട് 7 മന്ത്രിമാർ കേരളത്തിൽ മരിച്ചിട്ട് എത്ര വർഷമായി കണ്ടു? നരേന്ദ്രമോദി വരേണ്ടി വന്നില്ലേ സാർ? ഞാൻ ഈയിടെ ഗുജറാത്തിൽ പോയി. ഞാൻ എല്ലാ വേദികളിലും പ്രസംഗിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ടതിന് ശേഷം മുകളിലേക്ക് കയറി ഡാം കാണാൻ പോയി. സർദാർ സരോവർ ഡാം വലിയ പദ്ധതിയാണ്, നർമ്മദാ നദിയിലാണ്. അവിടെ ചെന്നപ്പോൾ നോക്കുമ്പോൾ ഫലകം ഉണ്ടല്ലോ, ഫലകം നോക്കുമ്പോൾ ഇനാഗുറേറ്റഡ് ബൈ നരേന്ദ്രമോദി, ചീഫ് മിനിസ്റ്റർ ഓഫ് ഗുജറാത്താണ് അത് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തൊട്ടപ്പുറത്ത് മറ്റൊരു ഫലകമുണ്ട്, ഫൗണ്ടേഷൻ സ്റ്റോൺ ലെയ്ഡ് ബൈ ജവഹർലാൽ നെഹ്റു. ഇതിനപ്പുറത്തേക്ക് എന്ത് ആർക്കും പരിശോധിക്കാം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവരാണോ വിശ്വാസ്യതയെ പറ്റി പറയണം? അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരും BJPയുടെയും വിശ്വാസ്യതയെ പറ്റി നമുക്ക് ജനം സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ഗുണഭോക്താവല്ലേ? നിങ്ങൾ പറഞ്ഞതുപോലെ ഈ എന്താണ് പറയുന്നത്, ജൂതനെ തെറി വിളിക്കുന്നത് ഫേസ്ബുക്ക് ഉപയോഗിച്ചാണോ അത് പറയുന്നത് പോലെ എന്ന് പറഞ്ഞ പോലെ വന്ദേ ഭാരതിൽ ഇരുന്നിട്ടല്ലേ നരേന്ദ്രമോദിയെ തെറി വിളിക്കുന്നത്? ഇത് ലോകത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഡേറ്റാ നിരക്ക് ഏറ്റവും കുറവുള്ള രാജ്യമാണ്. അങ്ങ് വിദേശത്ത് പോകുന്ന ഒരാളല്ലേ? ഇന്ത്യയിലുള്ളതിൻ്റെ ഡേറ്റാ നിരക്ക് കുറവുള്ള ഒരു രാജ്യമാണ്. നമ്മളറിയുന്നില്ല നമ്മൾ എത്ര GB ഒരു മനുഷ്യൻ ഒരു ദിവസം ഉപയോഗിച്ച് കളയുന്നത്. വാട്സപ്പായി, ഫേസ്ബുക്കായി, യൂട്യൂബായി, ഇൻസ്റ്റാഗ്രാമായി, എന്തെല്ലാം തരത്തിൽ നിങ്ങൾ ഉപയോഗിക്കുക നമ്മൾ അറിയുന്ന പോലുമില്ല അല്ലേ? ഇത് എവിടെ വന്നു, എങ്ങനെ ഉണ്ടായതാണ്? ഞാൻ പറയുന്നത് മരം പിടിച്ച് കുലിക്കാൻ ഉണ്ടാകുന്ന സംഗതി അല്ലല്ലോ ഇത്. ഇവിടെ ഒരു 2G സ്പെക്ട്രം ഇടപാടിൽ രാജ്യത്തുണ്ടായ കോലാഹലം ആരും മറന്നിട്ടില്ല. ഇന്ന് രാജ്യം 6Gയിലെത്തി, ഒരു കോലാഹലം ഉണ്ടാകുന്നില്ല, സൈലൻ്റായിട്ട് പോയി. നമ്മൾ അറിഞ്ഞില്ല, നമ്മളെ വിപ്ലവത്തിന് സാക്ഷികളാണ് അല്ലേ? ഒരു 2G നടപ്പാക്കി 1Gയിൽ നിന്നും 2Gയിലേക്ക് ഒരു ജനറേഷൻ ജമ്പ് ചെയ്തപ്പോൾ 1,75,000 കോടി രൂപയുടെയാണ് സ്കാം നടന്നത് കേരളം ഇന്ത്യയിൽ. പക്ഷെ അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ആ 2Gയിൽ നിന്നും രാജ്യം 6G ആയി. 1 രൂപയുടെ സ്കാം എങ്ങും നടന്നിട്ടില്ല. ഒരാളും കൊട്ടിഘോഷിക്കാൻ പോയില്ല, നമ്മളറിയാതെ ഉപയോഗിച്ച് പോകാൻ. ഇത് 6Gയിൽ വേൾഡ് ലീഡർ ഭാരതമാണ് അല്ലേ? 4G ആയപ്പോൾ നമ്മൾ എല്ലാ രാജ്യങ്ങളുടെ ഒപ്പമെത്തി. 5G 1 സ്റ്റെപ്പ് എഹെഡ് ആയിരുന്നു. ഇപ്പോൾ 6G നമ്മളാണ് ഫാർ എഹെഡാണ്. 6Gയിൽ ലോകത്തിലെ ആദ്യത്തെ രാജ്യത്തിലൊരെണ്ണമാണ് ഭാരതം. അവിടെ എത്തിയില്ലേ? നരേന്ദ്രമോദി ഭരിച്ചപ്പോഴല്ലാതെ വേറെ എവിടെയും സംഭവിച്ചു. അപ്പം നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക്, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ BJP മാത്രമേ. നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ഭാവി വേണം, ഈ നാട് നന്നാവണോ, നിങ്ങളുടെ മക്കൾക്ക് ഇവിടെ താമസിക്കണോ, നമ്മുടെ അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റൊരു രാഷ്ട്രീയവും നമുക്ക് പറയാനില്ല. CPMൻ്റെ ഭാവി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വളരെ ദയനീയമായിരിക്കും. CPMൻ്റെ കാരണം CPMൻ്റെ അസ്തിത്വം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കില്ല. ഞാനതെപ്പോഴും പറയും, പിണറായി മുതൽ പിണറായി വരെയുള്ള ഒരു സൈക്കിൾ പൂർത്തിയാക്കുകയാണ് CPM. പാറപ്പുറം മുതൽ പിണറായി വരെയുള്ള ദൂരത്തിലായി എത്തി CPM. അത്രയും കൂടി ഉള്ളൂ. എനിക്ക് എങ്ങനെ എന്താ നിങ്ങൾ എന്ത് മുൻപോട്ടേക്ക് വെക്കാൻ? ഇപ്പോൾ നമ്മൾ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കസരയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 2.25 ലക്ഷം കോടി രൂപയായിരുന്നു കടം അല്ലേ? ഇന്ന് ഏകദേശം 4.5 ലക്ഷം കോടിക്ക് അടുത്തെത്തി. എനിക്ക് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഇതിനകത്ത് ഏതെങ്കിലും ഒരു CPMകാർ ഇത് കാണുവാണെങ്കിൽ ഞാൻ അങ്ങയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ 2 ലക്ഷം കോടി രൂപ കൊണ്ട് എന്ത് പദ്ധതിയാണ് കേരളത്തിൽ നടപ്പാക്കി? ഉമ്മൻചാണ്ടി തുടങ്ങിയ ചിലതൊക്കെ ഉദ്ഘാടനം ചെയ്തെന്നല്ലാതെ ഒന്നും തുടങ്ങി. ഓരോ സർക്കാരിനും ഓരോ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ടാകും. എന്താണ് പിണറായി സർക്കാരിൻ്റെ 8 വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം? എന്താ? ഒരു പ്രോജക്റ്റ് കാണിക്കുക. ഈ കേരയിൽ എന്ന് പറയുന്നതല്ലാതെ
അപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ പറയും ദേശീയപാത പൂർത്തിയാക്കിയില്ലേ. ദേശീയപാത പൂർത്തിയാക്കി എങ്ങനെയാണ് നാട്ടുകാർക്ക് കെ ഫോൺ എവിടെ? ഗെയിൽ പദ്ധതി എങ്ങനെയാണ് ഗെയിൽ നടപ്പായതെന്ന് നമുക്കറിയാം. ഇവരുടെ കൊടി താത്തു വെച്ചപ്പോൾ ഇതൊക്കെ നടപ്പായി. സത്യമാണ്. അക്കാര്യത്തിലും CPM-നോട് നന്ദിയുണ്ട്, പിണറായിയോട്. അതൊരു സത്യമാണ്. അവരുടെ കൊടി ചുരുട്ടിയപ്പോഴാണ് ഇതൊക്കെ നടന്നത്. അക്കാര്യത്തിൽ പിണറായി വിജയൻ വലിയൊരു എന്താ പറയുക സംഭവം തന്നെയാണ്. കാര്യം CIT-കാരനെ വിരട്ടി വീട്ടിലെത്തി. അതുകൊണ്ടാണ് കേരളത്തിൽ പലതും നടക്കുന്നത്, പലതും പൂർത്തിയായി തുടങ്ങി വെച്ചത്. അല്ലാതെ എന്താണ് പിണറായി സർക്കാരിൻ്റെ കോൺ? ഈ 2.25 ലക്ഷം അല്ല, കൃത്യമായി പറഞ്ഞ അങ്ങനെയാണ്. അതായത് പല പദ്ധതികളും ഇവർ ഉടക്കിയിട്ടിരുന്നത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ്? അവരുടെ എതിർപ്പില്ലാതെ. അതും ഇവരുടെ നേട്ടമല്ലാതെ, ഇവരുടെ എതിർപ്പ്. പിണറായി വന്നപ്പോൾ പിണറായിയെ പേടിച്ച് CIT-കാരൊക്കെ മാളത്തിൽ വിളിച്ചു. പിണറായി കണ്ണൂരിട്ടോന്ന് അറിയാവുന്നത് കൊണ്ടും മിണ്ടാതിരുന്നു. അപ്പോൾ അത് നടപ്പായി. അത് നാച്ചുറൽ കോഴ്സ് സംഭവിച്ചതാണ്. അതല്ലാതെ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൻ്റെ ഭാവി നന്നാക്കാൻ വേണ്ടിയിട്ട് എന്ത് പദ്ധതിയാണ് നടപ്പാണ്? ഇടയ്ക്കിടയ്ക്ക് കാണും മറ്റേ മുഖ്യമന്ത്രി പോയിട്ട് എന്താണ് റോബർട്ട് പോലീസിൻ്റെ സല്യൂട്ട് പഠിക്കും. അതൊക്കെയാണ് ഇവിടുത്തെ വലിയ വികസനം. അതിനെന്ത് അന്വേഷിച്ചിട്ടില്ല? അല്ലല്ല, ഞാൻ ചോദിച്ചു, ഈ പറയുന്നത് മുഴുവൻ അന്വേഷിച്ച് നോക്കണം. ഞാൻ ഈ റോബോട്ടിൻ്റെ കാര്യം പറഞ്ഞാണ് ഞാൻ അത് അന്ന് മുഖ്യമന്ത്രിയെ സല്യൂട്ട് ചെയ്തല്ലാതെ രണ്ടാമത് കൈവക്കി ആ സാധനം വേറെ അവിടെ സൈഡിലേക്ക് ഹെഡ് ക്വാർട്ടേഴ്സിന്റെ സൈഡ് പിടിച്ച് ഞാൻ കണ്ടത് അവിടെ കിടക്കുന്നത്. അത് ശരി, നവകേരള ബസ്സിന്റെ അവസ്ഥയാണ്. അതിന്റെ അവസ്ഥയാണ് ഇത്. ഒരു സാധനവും ഈ വാർത്തയ്ക്കേ ഉള്ളൂ. അല്ലാതെ എന്ത് സത്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം ഇതിനെ രണ്ടിനെയും പറിച്ചു നീക്കാതെ കേരളത്തിന് മുൻപോട്ടേക്ക് പോകാൻ ഇതൊരു ഒരു സ്റ്റാഗ്നേഷനാണ് കേരള സമൂഹം. അപ്പം അതിന് ഒരു ഭാവി എന്നുള്ളത് BJP ഞങ്ങൾക്ക് കൃത്യമായ വിഷനുണ്ട്, ഞങ്ങൾ ക്ലിയറാണ്, ഞങ്ങളുടെ അജണ്ടകളിൽ ഞങ്ങൾക്ക് ഒരു ഒളിച്ചുവെപ്പുമില്ല. പക്ഷേ ഇതിൽ ലീഡ് ചെയ്യാൻ ഇപ്പോൾ CPM-ന് എന്തെല്ലാം പറഞ്ഞാലും പിണറായി എന്നൊരു നേതാവ് ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഉമ്മൻചാണ്ടി, ഇപ്പോൾ കുറേ നേതാക്കളുണ്ട്. BJP-ക്ക് അങ്ങനെ ഒരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു നേതാവ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം നരേന്ദ്രമോദി ഉണ്ട് BJP-ക്ക് ദേശീയ തലത്തിൽ, ഇവിടെ ആരുണ്ട് അങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളെ ഈ പറയുന്ന നേതാക്കന്മാർക്കാർക്കും ഔദ്യോഗിക പദവിയില്ലെന്നല്ലേ ഉള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ ഞങ്ങൾ MP-യോ MLA-യോ മുഖ്യമന്ത്രിയോ ഒന്നും അല്ലെന്നല്ലേ ഉള്ളൂ. നേതൃത്വത്തിൽ ഞങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഞങ്ങൾക്കുള്ളത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള നേതാക്കന്മാർ ഏത് പാർട്ടിയിലാവും? നിങ്ങൾക്ക് ഏറ്റവും കേരളത്തിൽ തന്നെ ഏറ്റവും ജനപ്രീതിയുള്ളൊരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ആണല്ലോ. പക്ഷെ നിങ്ങൾ അത് അവർക്കൊരു പദവി ഒന്നും കൊടുക്കുന്നില്ല, അവരെ മുമ്പിൽ നിർത്തല്. വൈസ് പ്രസിഡന്റാണ്. അത് ഒരുപാട് പേരില്ലേ? അങ്ങനെയാണ് പാർട്ടിയുടെ സംവിധാനം, അങ്ങനെയാണ്. വൈസ് പ്രസിഡന്റ് മുന്നിൽ കയറാൻ പറ്റില്ലല്ലോ. അവർ പ്രസിഡന്റ് ആക്കാനാണ് നിങ്ങൾക്ക് പറ്റാത്തത്. അത് നമ്മളാരും അല്ല ആക്കട്ടെ. അതിനൊക്കെ ഈ പാർട്ടിക്കൊരു നിലപാടുണ്ട്, നയമുണ്ട്, ഇതിനൊരു പ്രൊസീജിയറുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മളെല്ലാത്തിനും CPM-ൻ്റെ ബെഞ്ച് മാർക്ക് കാണുന്നതാണ് പ്രശ്നം. അല്ല, ഇത് വ്യത്യസ്തമായ പാർട്ടിയാണ്. ഈ പാർട്ടിക്ക് കൃത്യമായ ഐഡിയോളജിക്കൽ ബാക്കിംഗ് ഉണ്ട്, കൃത്യമായ ഒരു എന്താ പറയുക ഇതുണ്ട്, സ്ട്രക്ചർ. ആ സ്ട്രക്ചർ ഒന്നും നിങ്ങൾക്ക് അങ്ങനെ ഒന്നും മറികടക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ ചാനൽ ചർച്ച വലിയ പുള്ളിയായിരിക്കും, സ്റ്റേജിൽ കയറിയ തട്ടുകൊളുപ്പം പ്രസംഗമായിരിക്കും, അതൊന്നും മാത്രമൊന്നും അല്ല. ഈ പാർട്ടിക്ക് പാർട്ടിയുടേതായ ചില സ്ട്രക്ചറുകളും ചട്ടക്കൂടുകളും ചില സൈദ്ധാന്തിക നിലപാടുകളും ഒക്കെ ഉണ്ട്. അതിനനുസരിച്ച് സ്വാഭാവികം ഉണ്ടായി വന്നോളൂ. ഇവരാരും മോശക്കാരൊന്നുമില്ല, ഇവരുണ്ടായി വന്നില്ലേ, ഇവിടം വരെ എത്തിയില്ലേ. ഒരു നേതൃമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് BJP-യിൽ. അല്ല, ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ബൂത്ത് തലം മുതലുള്ള പുനഃസംഘടന നടക്കുകയാണ്. അതിൻ്റെ സ്വാഭാവിക പരിണിതി എന്ന നിലയിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ മാറുന്നുണ്ട്. എല്ലാവരും മാറാം, എല്ലാം സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, അതും ഒരു ഡ്യൂ കോഴ്സിൽ അതാണ് സംഭവിക്കേണ്ടതാണ്. അതിനൊന്നും നമ്മളുടേതായ നമ്മളിന്നും എത്ര വാർത്ത വന്നതുകൊണ്ടോ കൂടുതൽ വാർത്തകൾ കൊടുത്തതുകൊണ്ടോ അവിടെ ആ ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ് വന്നതുകൊണ്ടോ ഒന്നും ഇതൊന്നും സംഘടനാ തീരുമാനങ്ങളെ ബാധിക്കില്ല. അവിടെയാണ് ഈ ഒരു പ്രശ്നം. നമ്മുടെ വിചാരം അവിടെ ബ്രേക്കിംഗ് ന്യൂസ് വന്നു, ഇവിടെ യൂട്യൂബിൽ അങ്ങനെ വരുന്നു, ഓൺലൈൻകാർ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഇതൊന്നും സംഘടനാ തീരുമാനങ്ങളെയോ സംഘടനാ ചട്ടക്കൂടിനെയോ ബാധിക്കുന്ന വിഷയമേ അല്ല. മുനമ്പം വിഷയം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ വികാരം ഉണ്ടാക്കിയൊരു വിഷയമാണ്. അപ്പം അതിൽ UDF അതിശക്തമായി തന്നെ മുനമ്പംകാർക്കൊപ്പമാണെന്ന് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പം ലീഗ് തിരുത്തിയിട്ടുണ്ട്, സമസ്ത തിരുത്തി. ഇപ്പം കുഞ്ഞാലിക്കുട്ടി സകല മുസ്ലിം സംഘടനയും യോഗം വിളിച്ചിട്ട് പിന്തുണ പ്രഖ്യാപിച്ചത്. പക്ഷേ സമസ്ത പറഞ്ഞ് ഞങ്ങൾക്ക് പിന്തുണയില്ലെന്ന്. ഇത് വലിയ സ്പ്ലിറ്റ് ഉണ്ടാകും. BJP ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? BJP പറഞ്ഞല്ലോ, അർഹതപ്പെട്ട ജനങ്ങളോടൊപ്പമാണ്. അതിനകത്ത് ഞങ്ങൾക്ക് ഒരു കളറുമില്ല. ഇപ്പോൾ നമ്മൾ ഈ വഖഫ് ആണല്ലോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. ഈ BJP കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വഖഫ് നിയമത്തിലെ ഭേദഗതി അത് സത്യത്തിൽ മുസ്ലിങ്ങളെ കൂടെ സഹായിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്താണ് മുസ്ലിം വേഴ്സസ് റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ അല്ല. ഇത് ഈ വഖഫ് കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു കയ്യിൽ ഒതുങ്ങാവുന്ന ആൾക്കാർ മാത്രമാണ് ഈ വഖഫിൻ്റെ നേതൃത്വത്തിലുള്ളത്. അവർക്ക് അനുകൂലമാണ് കാര്യങ്ങൾ. അതിനെ ജനാധിപത്യവൽക്കരിക്കലാണ് BJP കൊണ്ടുവരിക. അത് ശരിക്കും കോമൺ മുസ്ലിമിന് പ്രയോജനപ്രദമാണ്. ഈ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഏകദേശം
84,000 കേസുകളുണ്ട് ഇന്ത്യയിൽ വഖഫിന്. അതിൽ 80,000-അടുത്ത് നടത്തുന്നത് മുസ്ലിംസ് തന്നെയാണ്, അന്യമതസ്ഥരല്ല നടത്തുന്നത്. അപ്പോൾ വഖഫിനോട് ആർക്കാണ് എതിർപ്പുള്ളത്? സാധാരണ മുസ്ലിമിനാണ് എതിർപ്പ്. കാര്യം ഈ വഖഫ് കൊണ്ട് അവർക്ക് ആർക്കും ഒരു പ്രയോജനം ഇല്ലെന്നേ. ഇന്ത്യ മഹാരാജ്യത്തെ ഏകദേശം 10 ലക്ഷം ഏക്കറിനടുത്ത് വഖഫിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. 9.25 ലക്ഷം ഏക്കർ ഭൂമി വഖഫിൻ്റെ കയ്യിലുണ്ട്. ഇന്ത്യയിലെ 3ാമത്തെ വലിയ ലാൻഡ് ലോഡാണ് വഖഫ്. അതുകൊണ്ട് എൻ്റെ ചോദ്യം, സാധാരണ മുസ്ലിമിന് എന്താ പ്രയോജനം? അപ്പോൾ നമ്മൾ പറയുമ്പോൾ വഖഫ് BJP കൊണ്ടുവരുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, ശരിക്കും മുസ്ലിം കമ്മ്യൂണിറ്റിയെ സഹായിക്കാനാണ്. സാധാരണ മുസ്ലിമിന് വഖഫ് ഭൂമി കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? ഈ 9.25 ലക്ഷം അല്ലെങ്കിൽ 9.5 ലക്ഷം ഏക്കർ ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഞാൻ മനസ്സിലാക്കുന്നത് 10 കോടിക്ക് താഴെയാണ്. അതെ. ബാക്കി ഭൂമി എന്ത് ചെയ്യുന്നു? ആസ്തിയായിട്ട് ലക്ഷക്കണക്കിന് കോടിയുണ്ട്. എവിടെ? പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു സംവിധാനം അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഈ വഖഫ് കൗൺസിൽ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് 200-നടുത്ത ആൾക്കാരേ ഉള്ളൂ. ആ 200-നടുത്ത ആൾക്കാരാണ് ഈ 9 ലക്ഷം ഏക്കർ 10 ലക്ഷം ഏക്കർ ഭൂമി കൈകാര്യം ചെയ്യുന്നത്. സാധാരണ മുസ്ലിമിന് എന്ത് പ്രയോജനം? ഇതിനകത്തൊരു ജനാധിപത്യം കടന്നു വരേണ്ടേ? ഇതിനകത്ത് മുസ്ലിങ്ങളുടെ എല്ലാ വിഭാഗത്തിനും പ്രാതിനിധ്യം ഉണ്ടാകണ്ടേ? എന്തിനാണ് ഈ അള്ളാഹുവിൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ അമുസ്ലിമുകൾ ഉൾപ്പെടുന്നത്? എന്തിനാണ്? എവിടെയാണ് അമുസ്ലിം? ഇവർ പുതിയ പ്രപ്പോസലിലുണ്ട്. അമുസ്ലിം എന്നുള്ളതല്ല, ഇതിൻ്റെ എന്താണ് പറയുന്നത്, കളക്ടറിനെയും അവിടുത്തെ സ്ഥലം ജനപ്രതിനിധിയെ ഉൾപ്പെടുത്താൻ തീരുമാനം. അല്ലാതെ തന്നെ എന്തോ വഖഫ് ബോർഡിൽ അങ്ങനെ പറഞ്ഞു. അല്ല, അത് ഈ ജനപ്രതിനിധി വരും. ആ ജനപ്രതിനിധി അമുസ്ലിമാണ്, മുസ്ലിം ആയിരിക്കും. അങ്ങനെയുള്ള അല്ലാതെ ഒരു അമുസ്ലിം എന്നുള്ള സങ്കല്പം ഇല്ല അതിൽ. അവിടെയുള്ള ജനപ്രതിനിധി ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമല്ലേ, അതൊരു ജനാധിപത്യ രാജ്യമല്ലേ. ഇവിടെ ഒരു ആശുപത്രി വികസനത്തിൽ പോലും ജനപ്രതിനിധികളില്ലേ? എവിടെയാണ് ജനപ്രതിനിധികൾ? ഒരു പൈപ്പ് ഇടണമെങ്കിൽ ജനപ്രതിനിധിയെ വിളിക്കുന്നില്ലേ? ഇവിടെ യു-ടേൺ ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി പോകുന്നില്ലേ? ആ നാട്ടിൽ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി കൈകാര്യം ചെയ്യുന്ന ഒരു ജനപ്രതിനിധി വന്നാൽ എന്താ പ്രശ്നം? യു-ടേൺ ഒരു ഭയങ്കര സംഭവം. അതാണ് നാട് കേരളം. നാട് മുറിക്കുന്നുണ്ടായിരുന്നു. സാമാന്യ തൊലിക്കെട്ടി വേണം അത്, അസാമാന്യ തൊലിക്കെട്ടി. അപ്പം ആ നാട്ടിൽ വഖഫിനകത്ത് ഒരു ജനപ്രതിനിധി വന്നാൽ എന്താ കുഴപ്പം? സ്ത്രീ പ്രാതിനിധ്യം വേണ്ടേ? വഖഫ് ബോർഡ് സ്ത്രീ പ്രാതിനിധ്യം ഉൾപ്പെടുത്തണമെന്നാണ് BJPയുടെ നിലപാട്. അപ്പോൾ ഇതിനെ എന്തിനാണ് കോൺഗ്രസും CPM എതിർക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. പക്ഷെ അത് നീണ്ടു പോകുന്നല്ലോ, JPC ഒക്കെ വെച്ചിട്ട്. സ്വാഭാവികം വേണമല്ലോ. അതിനകത്തൊരു കൺസെൻസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്ര കാലം ആർക്കാണ് ഇത്ര തിടുക്കം ഇത് പെട്ടെന്ന് ഇത് പോകാൻ? ഇത്രയും കാലം ഇതാർക്കും പരിഹരിക്കേണ്ടത്. BJP വന്നപ്പോഴാണത്. നിങ്ങളുടെ ചിന്തയിൽ പോലും വന്ന അപ്പോഴാണല്ലോ. ഇച്ചിരൂടെ പോട്ടെ അങ്ങനെ പറഞ്ഞ ഇത് പെട്ടെന്ന്. പക്ഷെ മുൻപത്തെ ആളുകൾ അവിടെ പാവങ്ങൾ ഇരിക്കുക സത്യാഗ്രഹമായിട്ട്. അത് പരിഹാരം ഉണ്ടാക്കരുതല്ലോ. ഇത്രേ കാലം അങ്ങനെ ആയിരുന്നല്ലോ. എന്തായാലും അവർക്ക് നീതി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഞാൻ ചോദിക്കാം, 140 MLA-മാരുടെ അഭിപ്രായം കേരളത്തിൻ്റെ അഭിപ്രായമാണോ? അതാണ് ചോദ്യം. അല്ല, അവരപ്പത്തന്നെ തീരുമാനിച്ചില്ലേ. ഈ 140 സാധാരണഗതി 140 MLA എന്ന് പറയുമ്പോൾ 100% 100% ജനപ്രതിനിധികളെന്ന് പറഞ്ഞാൽ എൻ്റെയർ 3.5 crore പോപ്പുലേഷൻ അല്ല എന്ന് തെളിയിച്ചില്ലേ? നിങ്ങളുടെ അഭിപ്രായമല്ല കേരളത്തിൻ്റെ അഭിപ്രായം. പിന്നെ എങ്ങനെയാണ് നിയമസഭ ഏകകണ്ഠമായ പ്രമേയം പാസ്സാകുക? മുനമ്പത്തുനിന്ന് ജയിച്ച MP-യുടെ MLA-യുടെ അഭിപ്രായം എന്താ? അവരുടെ വോട്ട് മേടിച്ചിട്ടല്ലേ ജനിച്ചു? അവരുടെ അഭിപ്രായമൊന്നുമല്ല. കേരളത്തിന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. മുനമ്പത്തെ ജനതയ്ക്ക് നീതി കിട്ടേണ്ടതാണ്. അവർക്ക് അർഹമായ ആ വസ്തു അവർക്ക് കിട്ടിയേ മതിയാവുള്ളൂ. അതിനോടൊപ്പം BJP ഏതറ്റം വരെയും പോകും. BJP അതിന് നിയമനിർമ്മാണം കൊണ്ടുവരും. ഈ വഖഫ് ആയിട്ടൊരു ബന്ധവും ഇല്ല എന്നാണ് മുനമ്പത്തെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അങ്ങനെയൊക്കെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാണ് വഖഫ് ഭേദഗതിയും മുനമ്പം വിഷയം രണ്ടാണെന്നാണ് പറയുന്നത്. എന്നാൽ ശരി, അങ്ങ് പരിഹാരം ഉണ്ടാക്കി കൊടുക്കട്ടെ. ശരി, ഞാൻ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാബിനറ്റ് റാങ്കുള്ള ആളാണ്. അദ്ദേഹം പറയുന്നതിനെ ഞാൻ അംഗീകരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ VD സതീശൻ അതിന് പരിഹാരം ഉണ്ടാക്കട്ടെ. വഖഫുമായി ബന്ധമില്ല എന്ന് VD സതീശൻ പറയുന്നുണ്ടെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റിന് VD സതീശൻ എന്താ മുൻകൈ എടുക്കാത്തത്? പിന്നെ ആരുമായിട്ടാണ് പ്രശ്നം? പിന്നെന്തിനാണ് മുനമ്പം വിഷയത്തിൽ വഖഫ് കൗൺസിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്? സമസ്ത എന്തിനാണ് അഭിപ്രായം പറയുന്നത്? ജമാഅത്തുകൾ എന്തിനാണ് അതിനകത്ത് ഇടപെടുന്നത്? KM ഷാജി ഇപ്പോൾ പറഞ്ഞു. ലീഗ് എന്തിനാണ് അതിൽ അഭിപ്രായം പറയുന്നത്? അങ്ങനെയാണെങ്കിൽ മുനമ്പത്ത് ലീഗുകാരില്ലല്ലോ. ഇയാളുടെ തൊട്ടടുത്ത മണ്ഡലമല്ലേ, VD സതീശൻ്റെ തൊട്ടടുത്ത നെയ്ബറിംഗ് കോൺസ്റ്റിറ്റ്യുവൻസി അല്ലേ? അപ്പോൾ അദ്ദേഹം മുൻകൈ എടുത്തിട്ട് കോൺഗ്രസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MLA അല്ലേ? അല്ല, ഉണ്ണികൃഷ്ണൻ അല്ല, ഞാറക്കലാണ്. CPM ആയിക്കോട്ടെ. പക്ഷേ പ്രതിപക്ഷ നേതാവ് മുൻകൈ എടുത്ത് വഖഫ് അല്ല എങ്കിൽ പരിഹാരം ഉണ്ടാക്കട്ടെ. പിന്നെ പ്രശ്നം തീർന്നില്ലേ? വഖഫ് അല്ല എങ്കിൽ പറ്റുമല്ലോ. സിവിൽ ഡിസ്പ്യൂട്ട് നമുക്ക് ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽ ചെയ്യാമല്ലോ. ക്രിമിനൽ കേസൊന്നും അല്ലല്ലോ ഇത്. സിവിൽ ഡിസ്പ്യൂട്ട് പറ്റും. രണ്ട് കൂട്ടരെയും ഒരു ടേബിളിന് ചുറ്റും വിളിച്ചിരുത്തി VD സതീശൻ പരിഹരിച്ചു കൊടുക്കട്ടെ. തൻ്റെ ഇടം ഉണ്ടോ സതീശന്? സതീശൻ ചുമ്മാതെ ഇങ്ങനെ ചാനകളുടെ മുന്നിൽ ഒരു ഇത്രയും വില കുറഞ്ഞ സംസാരം നടത്തുന്ന ഒരു നേതാവ് അടുത്ത കാലത്ത് കണ്ടിട്ട് സത്യത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഒരവസ്ഥയ്ക്ക് ചേർന്നാണ്. അത് എന്തെല്ലാം കള്ളമാണ് പറയുന്നത്.
പാലക്കാട്ടെ സംഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ തെളിവില്ല സംസാരിക്കുമെന്ന് ചോദിച്ചതിൻ്റെ അന്ന് തന്നെ അത് പൊളിഞ്ഞു പോണില്ലേ, വ്യാജ വോട്ടറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം ഈ ചതുരവടുവിൽ സംസാരിക്കുക എന്നുള്ളതേ ഉള്ളൂ, അതിനകത്തൊരു ആത്മാർത്ഥതയും ഇല്ല. അദ്ദേഹം പറയുന്നത് വളരെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രതീക്ഷ എന്താണ്? തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ BJPയുടേതാണ് കേരള രാഷ്ട്രീയം. യാതൊരു തർക്കവും വേണ്ട കാര്യത്തിൽ. അത് ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, കേരളത്തിൻ്റെ ഭാവിയാണ് BJPയുടെ ഭാവി. കേരളത്തിൻ്റെ നല്ല ഭാവി ഉണ്ടെങ്കിൽ BJPയുടെ ഭാവി നല്ല ഭാവിയാണ്. അല്ലെങ്കിൽ BJP ശക്തമായാൽ കേരളവും ശക്തമാകും. BJPക്ക് ഭാവിയുണ്ട്, കേരളത്തിനും ഭാവിയുണ്ട്. ജി സുധാകരൻ BJPക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? എനിക്കറിയില്ല. നമ്മൾ അദ്ദേഹത്തെ ഒന്നും അങ്ങനെ കുറച്ച് കാണരുത്. കുറേ ആലപ്പുഴക്കാരനായോണ്ട് പറഞ്ഞത് അല്ല, അദ്ദേഹം ഒരു ഇത്ര കാലവും ഒരു പാർട്ടിയോടൊപ്പം നടന്നിട്ട് അദ്ദേഹത്തെ ഒരു സുപ്രഭാതത്തിലായാലും BJP ആകും എന്നൊക്കെ നമ്മൾ പറയുന്നത് തന്നെ അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ സീനിയർ വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ വളരെ പെട്ടെന്ന് ജി സുധാകരൻ നാളെ മുതൽ BJPയിലേക്ക് വരും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് ഒരു അതിരുകടന്ന ആത്മവിശ്വാസമായിരിക്കും. അദ്ദേഹം വരണം തീർച്ചയായും. ജി സുധാകരൻ എന്നല്ല എല്ലാവരും അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെയാണ് ഇന്ന് BJP നാളെ BJP ആകേണ്ടവർ. അങ്ങനെയാണ് ഞങ്ങൾ രാഷ്ട്രീയക്കാരെ കാണുന്നത്. അങ്ങനെ ആയേ പറ്റുള്ളൂ സാർ. നിങ്ങൾക്ക് സത്യത്തിൻ്റെ കൂടെ നിലനിൽക്കാൻ, ജനങ്ങളോടൊപ്പം നിൽക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ BJP ആയിരിക്കും. അല്ലാത്ത ഒരാളായിരിക്കൊന്നുമില്ല. പിണറായി വിജയൻ പോലും പല നിലപാട്, സത്യത്തിൽ നരേന്ദ്രമോദി അല്ല കേന്ദ്രം ഭരിക്കുന്നത് എങ്കിൽ പിണറായി വിജയന് അന്തസ്സോടെ കേരള മുഖ്യമന്ത്രി പറഞ്ഞ് നടക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം ചൂണ്ടിക്കാണിക്കാൻ 2 ഹൈവേ എങ്കിലും ഉള്ളത് നരേന്ദ്രമോദി അവിടെ ഉള്ളത് കൊണ്ടല്ലേ. മോദി സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങളല്ലേ പിണറായി സർക്കാരിൻ്റെ. ഇവിടുത്തെ ക്ഷേമ പെൻഷനകത്ത് പോലും ഒരു വിഹിതം കേന്ദ്രത്തിൻ്റെ ഇല്ലേ. ഇവിടുത്തെ ആശുപത്രികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക്, പ്രൈമറി വിദ്യാലയങ്ങൾ മുതലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹവും മനസ്സുകൊണ്ട് നരേന്ദ്രമോദിക്കൊപ്പമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി മരുമകനോടെ പോയി ഗഡ്കരി പോയി കണ്ടിട്ട് മാസപ്പടി സെറ്റിൽമെൻ്റ് ആക്കി എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അതിൽ കേസ് വരട്ടെ. ഇതൊന്നും അതാ ഞാൻ പറയും, ഇതൊക്കെ കുറേ കാലം കൊണ്ട് പറച്ചിലല്ല, അതൊന്നും പ്രായോഗികമായിട്ടില്ലല്ലോ സാർ. നമുക്കറിയാമല്ലോ ഇന്ത്യ മഹാരാജ്യത്തിൽ കേസ് തീർപ്പാകാനുള്ള കാലതാമസം. വരട്ടെ, അത്ര കാലമായി ഓരോ കേസുകൾ കിടക്കല്ലോ, ഒന്നും എഴുതി തള്ളിയിട്ടില്ലല്ലോ. അപ്പം എന്തായാലും വളരെ സന്തോഷകരം. ഇടയ്ക്ക് കാണാം നിങ്ങളുടെ എല്ലാ. അതന്നെ ഞാനിന്ന് ഈയിടെയും പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസം അനീഷ് എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോഴാണ് സത്യത്തിൽ ഞാൻ മറുനാടൻ മലയാളിയിൽ വരുന്നത് തന്നെ അല്ലേ. അതെ, ആദ്യമായിട്ട്. പലരും പറഞ്ഞു നമ്മൾ തമ്മിൽ വലിയ എന്തോ മാധ്യമപ്രവർത്തകരായിരുന്നു ഒരു പരിചയം. നമ്മളിവിടെ ആദ്യമായിട്ടാണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല തോന്നുന്നു. നമ്മളിപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ ആരെങ്കിലും ഒരാളെ ഒന്ന് പ്രൊമോട്ട് എന്തെങ്കിലും നേരം പ്രൊമോട്ട് ചെയ്ത് പെട്ടെന്ന് ഇതിപ്പോൾ സന്ദീപ് വാര്യരെ ഞാനാണ് കോൺഗ്രസിലേക്ക് പോയെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? സന്ദീപ് വാര്യർ പോയത് തെറ്റായെന്ന് പറഞ്ഞ് തുടർച്ചയായിട്ട് പിടി ചെയ്ത ആളാണ് ഞാൻ. പക്ഷേ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അതിനകത്തൊരു ഒരാളൊരു രാഷ്ട്രീയം മാറുന്നതിനകത്തെ ഇഷ്യൂ അല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നിലപാട്. അതെ, നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞു ഒരാളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പോകുന്ന അപരാധമൊന്നുമല്ല. അങ്ങനെയുണ്ട് BJP വളരില്ലായിരുന്നു. ഒരു പക്ഷേ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ BJP ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ. എത്രയോ ആൾക്കാർ ഭാരതീയ ജനതാ പാർട്ടി കൂട്ടത്തോടെ, ത്രിപുരയിലൊക്കെ കൂട്ടത്തോടെ CPM-കാർ BJP സ്വയം സേവകരായിട്ട് വന്നവരുണ്ട്. ഇപ്പോൾ കേരളത്തിലെ AP അബ്ദുള്ള കുട്ടിയെ പോലെ, അൽഫോൺസ് കണ്ണന്താനത്തെ പോലെ 2 CPM-മാരായിരുന്നില്ല കേരളത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഇഷ്യൂ അതൊന്നും ആയിരുന്നില്ല. അദ്ദേഹം പോകുന്നതിനൊരു ജെനുവിൻ റീസൺ, അതൊരു നമുക്ക് അതിനകത്താണ്. സത്യത്തിൽ ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല എന്നല്ല. ഇയാൾ പോകാൻ ഇങ്ങനെ വാർത്തകൾ വരുന്ന സമയത്ത് ഞാൻ 3-4 തവണ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടു, ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ആൾ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതാണ്. പിന്നീട് എല്ലാത്തിനെയും അദ്ദേഹത്തിന് ഇപ്പോൾ ആരുടെയൊക്കെ പ്രീതിക്ക് വേണ്ടി ആയിരിക്കാം, പക്ഷേ എങ്കിൽ പോലും പറയുന്നതിനകത്തൊക്കെ അടിസ്ഥാനം വേണം. എനിക്ക് കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും കൂടെയാണ് പറയുന്നത്, അദ്ദേഹം പറയുന്നതിനെ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യണം. എന്തായാലും അദ്ദേഹം ഇപ്പം വലിയൊരു സുധീഷ് മിന്നി എന്തോ RSS പ്രചാരകൻ എന്നും പറഞ്ഞായിരുന്നു കുറേ കാലം CPM-മാർ കൊണ്ടു നടന്നത്. അയാൾ RSS-ൻ്റെ പ്രചാരകമൊന്നും ആയിരുന്നില്ല സുധീഷ് മിന്നി. ഏതോ ശാഖയിൽ ഒരു ചുമതലയിലുണ്ടായിരുന്നു. എന്തോ അതാണ് സുധീഷ്. കണ്ണൂരിലൊരു പ്രചാരകൻ RSS എന്നുകൊണ്ട് P ജയരാജൻ കൊണ്ടുപോയി നടന്ന ഒരാളുണ്ട്, സുധീഷ് മിന്നി. എന്നൊരു കക്ഷിയെ കുറേ കാലം CPM-മാർ കൊണ്ടു നടന്നത്. കണ്ണൂരിലെല്ലോ വീതികളിൽ നടന്ന് പ്രസംഗിച്ച ഒരാളാണ് സുധീഷ് മിന്നി RSS-നെതിരെ. അപ്പോൾ ഞാനൊരു ദിവസം സുധീഷ് മിന്നി പ്രസംഗിക്കുമെന്ന് പറഞ്ഞിട്ട് ശ്രീകണ്ഠേശ്വരത്ത് കേൾക്കാൻ പോയി. ഈ അടുത്ത് പറഞ്ഞൊരു 4 വർഷം മുമ്പ് ശ്രീകണ്ഠേശ്വരത്ത് ശിവൻകുട്ടിയും കടകംപള്ളിയും ആനാവൂരും ഒക്കെയുള്ള വേദിയിലാണ് സുധീഷ് മിന്നി പ്രസംഗം. നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ട് സ്റ്റേജിട്ട് പ്രസംഗമാണ്. ഞാൻ ആ CPM-മാരുടെ ഇടയിൽ പോയി നിന്നു.
ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിന്ന പോലെ ഞാൻ എൻ്റെ മൊബൈലിൽ ഞാൻ ആ പ്രസംഗം റെക്കോർഡ് ചെയ്ത് ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല രസം. സത്യത്തിൽ എനിക്കന്ന് CPM-കാരുടെ സഹതാപമാണ് തോന്നി. ഇത്ര മനോഹരമായിട്ടാണ് സുധീഷ് ബെന്നി ഇവരെ പറ്റിക്കുന്നതെന്നറിയാം. നമുക്ക് കാര്യം അറിയുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഇവർ ഈ പറയുന്നതിനകത്തൊരു 1% പോലും സത്യത്തിൻ്റെ അംശമില്ല. 99% ബ്ലഫ് ചെയ്യാണ് ആൾക്കാർ. അപ്പോൾ അയാൾ പ്രസംഗിക്കുകയാണ്, ഞാൻ നാഗപ്പൂരി പോയിട്ടുണ്ട്, നാഗപ്പൂരിൽ RSSൻ്റെ കാര്യാലയത്തിൽ വലിയൊരു പ്രതിമ വെച്ചിട്ടുണ്ട്, അതിൽ വെട്ടിയാണ് പഠിപ്പിക്കുന്നത്. സുധീഷ് ബെന്നിയുടെ പ്രസംഗം ഞാൻ ആർക്കും കേൾപ്പിച്ചു തരാം. യേശു ക്രിസ്തുവിൻ്റെ വലിയ പ്രതിമ, ഇങ്ങനെയാണ് പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ പ്രതിമ വെച്ചിട്ടുണ്ട്, അതിൽ വെട്ടാൻ പഠിപ്പിക്കും, അങ്ങനെയാണ് RSS ട്രെയിൻ ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ CPM നമുക്ക് അവരോട് സഹതാപമാണ് തോന്നിയത് എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഈ അദ്ദേഹം പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ദയവ് ചെയ്ത് കമ്മ്യൂണിസ്റ്റുകാരോടോ ലീഗുകാരോടോ കോൺഗ്രസ്സുകാരോടോ പറയും, ഇതൊന്ന് വെരിഫൈ ചെയ്യണം. പൊതുസമൂഹത്തിൽ ഒരു എത്തിക്സ് വേണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. നിങ്ങൾ എന്ത് രാഷ്ട്രീയവും പറഞ്ഞു, നിങ്ങളുടെ രാഷ്ട്രീയം എന്തും ആകട്ടെ, പക്ഷെ നമ്മൾ പൊതുരംഗത്തിന് ചില എത്തിക്സ് മൂല്യങ്ങൾ, ആ മൂല്യത്തെ നിങ്ങൾ നശിപ്പിക്കരുത്. എന്തും പറയാം. കാര്യം ഇപ്പം ഇന്ന് ഇനി BJP-യുടെ അന്തപ്പുര രഹസ്യമാണ് എന്ന് പറഞ്ഞാൽ അയാൾ എന്തു പറഞ്ഞാലും അതിനൊരു മാർക്കറ്റാണ്. ദയവ് ചെയ്ത് കേൾക്കുന്ന അണികളും കൊണ്ടു നടക്കുന്ന നേതാക്കന്മാരും അതിനകത്ത് സത്യത്തിൻ്റെ എലമെൻ്റ് എത്രമാത്രം ഉണ്ട്, ഇയാൾ നിങ്ങളെ പറ്റിക്കുകയാണോ എന്ന് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യണമെന്ന് എനിക്കൊരു അഭിപ്രായം. ഏതായാലും ഭയങ്കര സ്വീകാര്യതയാണ് ഇപ്പോൾ ആ മേഖലകളിൽ. സ്വാഭാവികമാണല്ലോ സാർ. ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി ആകാൻ പോകുന്നു, ആയിക്കോട്ടെ, എന്തു അടുത്ത MLA ആകാൻ പോകുന്നു. അല്ല ആയേക്കാം, അത് ജനാധിപത്യത്തിൽ ജനമാണല്ലോ ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. ജനത്തിന് എന്തുമാകാം, അതിനകത്തൊന്നും ഒരു തെറ്റും നമ്മൾ പറയുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി പോലും ആയിക്കോട്ടെ, പക്ഷേ മൂല്യങ്ങൾ വിട്ട് കളിക്കണമെങ്കിൽ അദ്ദേഹത്തോടൊരു അഭ്യർത്ഥനയുണ്ട്, കൊണ്ട് നടക്കുന്നവരോടുണ്ട്. കാര്യം നമ്മൾ പറ്റിക്കപ്പെടരുത്, അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ പറയുന്ന സാധനം ഇപ്പോൾ കൈയടി കിട്ടാൻ എന്തും പറയാം. ഇപ്പോൾ മാരാർജി ഭവനകത്ത് ബോംബ് നിർമ്മാണശാല ഉണ്ടെന്ന് അയാൾ നാളെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് വലിയ സ്വീകാര്യത കിട്ടും. കാര്യം ഇതിനകത്തുനിന്ന് പോയ ആളാണല്ലോ. ഏതാ അയാൾക്ക് എന്തും പറയാം. മാരാർജി ഭവൻ്റെ അടിയിലത്തെ നിലയിലാണ് സുരേന്ദ്രൻ ബോംബ് ഉണ്ടാക്കുന്നത്, ആ ബോംബാണ് കേരളത്തിലെ എല്ലാ BJP-കാർക്കും കൊടുത്തു വിടുന്നതെന്ന് നാളെ സന്ദീപായിട്ട് പറഞ്ഞാൽ അതും പറയാൻ ആളുണ്ടാകും. അപ്പോൾ അതുകൊണ്ടത് കേൾക്കുമ്പോൾ അതിനകത്തൊരു എലമെൻ്റ് ഉണ്ടോ, പറയുന്ന ലോജിക്കുണ്ടോ, സത്യമാണോ എന്ന്. അല്ലാതെ നമ്മളൊരു കൂടാരം ഉപേക്ഷിച്ച് പോയി അവരെപ്പറ്റി നാളെ എന്തും പറയാം എന്ന് വരുന്നത് രാഷ്ട്രീയത്തിന് യോജിച്ചതല്ല, പൊതുരംഗത്തിന് യോജിച്ചതല്ല. അതേ മാത്രമേ എനിക്ക് പറയാം. കാരണം നാളെ ആർക്കുമാകാം. നമ്മൾ ഈ എതിരാളിയെപ്പറ്റി പറയുന്നതിന് പോലും ഒരു മാന്യത വേണം, അല്ലേ? നമ്മൾ ഒരാളെ പറ്റി അടിസ്ഥാനരഹിതമായൊരു കാര്യം, രാഷ്ട്രീയമായി ചില ഒരാളുടെ രാജി ആവശ്യപ്പെടുന്നത് പോലെയോ അല്ലാതെ രാഷ്ട്രീയ വിമർശനം പോലെ അല്ലേത്. ഇതിവിടെ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് ബോധ്യമുള്ളതാണ് എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്യാൻ കോൺഗ്രസ്സുകാരും ലീഗുകാരും തയ്യാറാകണം എന്ന ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. എന്തായാലും ആശംസകൾ. താങ്ക് യു സാർ, താങ്ക് യു.